നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നമ്മൾ നേരം വെളുക്കുന്ന ഓരോ ദിവസവും ഓരോ സന്ധിക്കും സ്വതക്കയുണ്ട്, ഓരോ സന്ധിയുടെ മേലും സ്വതക്കയുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഒരാൾ ചൊല്ലുന്ന തക്ബീർ അത് സ്വതക്കയാൻ, ഒരാൾ ചൊല്ലുന്ന തസ്ബീഹ് അത് സ്വതക്കയാൻ, ഒരാൾ ചൊല്ലുന്ന തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അത് സ്വതക്കയാൻ. വഅംറും ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക എന്നത് സ്വതക്കയാൻ. വനഹിയുൻ അനിൽ മുൻകർ സ്വതക്ക, തിന്മ വിരോധിക്കുക എന്നത് സ്വതക്കയാൻ. എന്നിട്ട് ആ ഹദീസിന്റെ അവസാനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വയുജ്സിഉ മിൻ ദാലിക റകഅതാനി യർകഉഹുമാ മിനദ്ദുഹാ. ആരെങ്കിലും ദുഹാ നിസ്കരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ആ 2 റക്അത്ത് മദീനാൻ. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ 2 റക്അത്ത് കൊണ്ട് ഒരാൾക്ക് കിട്ടും എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് എത്ര വിലപ്പെട്ട 2 റക്അത്താണ്. നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു 2 റക്അത്ത് ഉണ്ടോ? അതൊരു ശീലമായിട്ട് നമ്മൾ കൊണ്ട് നടക്കാറുണ്ടോ? നമുക്ക് പല തിരക്കുകളുണ്ടാകും, ജോലി തിരക്കുണ്ടാകും, ഓഫീസിൽ പണി ഉണ്ടാകും, നമ്മൾ ശമ്പളക്കാരാണ്, എല്ലാ ദിവസവും ഓരോ സ്ഥലത്തേക്ക് പോകേണ്ടി വരും, കുടുംബത്തിൻ്റെ കച്ചവടത്തിൻ്റെ എല്ലാ തിരക്കുകളും ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുക എന്നത് ചെറിയ കാര്യമല്ല. അത് ഓർമ്മ വരണമെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ തൗഫീക്ക് വേണം, അള്ളാഹുവിൻ്റെ സഹായം വേണം. നമ്മൾ പറയും നമ്മൾ മറന്നുപോയി എന്നാണ്. അള്ളാഹു നമുക്കതിനുള്ള അവസരം തന്നിട്ടില്ല. അപ്പോൾ ആ അവസരം നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ചോദിക്കണം. തിരക്കുകൾക്കിടയിൽ, നമ്മുടെ പഠനത്തിനിടക്ക്, നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ ആ 2 റക്അത്ത് നിർവഹിക്കുവാൻ നമുക്ക് കഴിയണം.